നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ജനതയുടെ സ്വപ്നം അതൊരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാകുമോ എന്നൊരാശങ്കയിലാണ് സാക്ഷി ഇപ്പോൾ. ഒരു കുടം മലർ തലയിൽ വെച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ആ മനുഷ്യൻ നടന്നു നീങ്ങവേ കുടമുടഞ്ഞു മലർ നഷ്ടമായതും ഒരു പഴങ്കഥയോ ഒരു നാട്ടുകഥയോ ആയിരിക്കാം. ഇവിടെ അതല്ല. ഇവിടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേഡിയം അത് 30 ദിവസം കൊണ്ട് പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും കഴിഞ്ഞ 30 ദിവസങ്ങൾക്ക് മുമ്പ് വാർത്തയായി അറിയിച്ചത്. പ്രതികൂല കാലാവസ്ഥയായാൽ പണി നടക്കില്ല, അനുകൂല കാലാവസ്ഥയാണിപ്പോൾ. അതുകൊണ്ട് 30 ദിവസം കൊണ്ട് ഈ നാടിന് ഈ സ്റ്റേഡിയം തുറന്നു കൊടുക്കും എന്നൊക്കെ ബന്ധപ്പെട്ട അധികാരികളടക്കം ഞങ്ങളോട് പറയുകയുണ്ടായി. ഞങ്ങൾ അത് പ്രേക്ഷകരിലെത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്, സാക്ഷിക്ക് കാണാൻ കഴിയുന്നത്, ആ സ്റ്റേഡിയത്തിൽ മൺകൂനകൾ മാത്രം അവശേഷിച്ച് അവിടെ യാതൊരുവിധ പണിയും നടക്കുന്നില്ല എന്നുള്ളതാണ്. കരാറുകാരൻ മണ്ണടിച്ചു മാറ്റി അത് പിടിക്കപ്പെട്ടപ്പോൾ അവിടം കൊണ്ട് ആ പണി അവസാനിച്ചു എന്നൊരു തോന്നലുണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനൊരു വാർത്തയിലേക്ക് വരുന്നത്. ഈ മണ്ണടിച്ചു മാറ്റൽ സംഭവത്തിന് ശേഷം സാക്ഷി എന്നും സ്റ്റേഡിയം ശ്രദ്ധിക്കാറുണ്ട്. ആളും അനക്കവുമില്ല, കുറേ മൺകൂനകൾ മാത്രം അവിടെ അവശേഷിക്കുന്നു. അവിടെ പണി നടക്കുന്നു എന്നാണ് ചില അധികാരികളൊക്കെ ഇപ്പോഴും പറയുന്നത്. പണി നടന്നുകൊണ്ടിരിക്കുന്നു, കോൺട്രാക്ടറെ ഞങ്ങൾ ബന്ധപ്പെട്ടു, പണി പെട്ടെന്ന് തീർക്കും എന്നൊക്കെയാണ് പറയുന്നത്. യാഥാർത്ഥ്യത്തിൽ പ്രേക്ഷകരായി നിങ്ങൾ ആ സ്ഥലമൊന്ന് പരിശോധിച്ച് നോക്കൂ. ഇപ്പോൾ അവിടെ പണിയൊന്നും നടക്കുന്നില്ല. 30 ദിവസം കൊണ്ട് പൂർത്തീകരിക്കുന്ന പണി ഇനി എന്ന് തീരും എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ചടയമംഗലത്തെ ജനപ്രതിനിധികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു നാടിൻ്റെ സ്വപ്നമാണ് ആ സ്റ്റേഡിയം. അത് എത്രയും പെട്ടെന്ന് അവിടുത്തെ കായിക താരങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ളൊരവസരം ഉണ്ടാക്കണം. അവരുടെ പരിശീലനത്തിന് അത് പ്രയോജനപ്രദമാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓർക്കണം, നമ്മുടെ നാട്ടിലെ കെ അജയനെ പോലുള്ള താരങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ സ്ഥലമാണ് ചടയമംഗലം. മറക്കരുത്. ഒരുപാട് കായിക താരങ്ങൾ വളർന്നു വരുന്ന ഒരു മണ്ണാണ് ചടയമംഗലം. അവരുടെ വേരുറപ്പിക്കാൻ, അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ, അവരുടെ പ്രതീക്ഷകൾ അതിൻ്റേതായ തലത്തിൽ എത്തിച്ചേരുവാൻ ഈ കളിക്കളം നിങ്ങൾ അവർക്കായി തുറന്നു കൊടുക്കണം. നാളെ ചടയമംഗലത്തിൻ്റെ പേരുകൾ ഈ കായിക താരങ്ങളുടെ ലോകത്തിൻ്റെ നെറുകയിലെത്താൻ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാം, ഒരുമിച്ച് നിൽക്കാം. നന്ദി, നമസ്കാരം.